അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അക്ഷരജ്ഞാനത്തെ സംബന്ധിച്ചാണ്, സാക്ഷരതയെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു നിന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷരനാണോ അതോ നിരക്ഷരനാണോ? വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ള ചില സംഗതികൾ, അതിന് പൂർവകാല പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണം, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അതിൽ വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരക്ഷരനായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവ്വത്തിൻ്റെ, പ്രവാചകത്വത്തിൻ്റെ ഒരടയാളമാണ്, തെളിവാണ് എന്ന് പൂർവകാല പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ പറയുകയുണ്ടായി. ഇതിനെ പരിഹസിച്ചുകൊണ്ട് നമ്മളുടെ സി.എച്ച്. മുസ്തഫ പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരക്ഷരനായിരുന്നു എന്നാണെങ്കിൽ അക്ഷരജ്ഞാനം നേടുക എന്നുള്ളത് കുറ്റമായി, ഏറ്റവും ചുരുങ്ങിയത് കറാഹത്തെങ്കിലും ആവും. അക്ഷരം പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് നബിയുടെ സുന്നത്ത് എന്ന് വരും, വായിക്കാതിരിക്കുക എന്നുള്ളതാണ് നബിയുടെ സുന്നത്ത് എന്ന് വരും എന്നൊക്കെയാണ്. അദ്ദേഹം സുന്നത്തിനെ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില മഹത്വങ്ങൾ അല്ലെങ്കിൽ ചില ഗുണങ്ങളായിട്ട് വിശുദ്ധ ഖുർആൻ എണ്ണിപ്പറഞ്ഞിട്ടുള്ള സംഗതികൾ, അത് എല്ലാം അതേപടി മുസ്ലിങ്ങൾ അനുധാവനം ചെയ്യണം, പിന്തുടരണം എന്ന നിലക്കാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സുന്നത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തോട് തൻ്റെ ചര്യയിൽപ്പെട്ടതായി എടുത്തു കാണിച്ചിട്ടുള്ളതും പിന്തുടരണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയാം. സുന്നത്ത് എന്നത് അതിൻ്റെ വ്യാപകമായ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ള, നിർബന്ധമായോ ഐച്ഛികമായോ ഒക്കെ ചെയ്തിട്ടുള്ള സംഗതികൾ വരും. അതുപോലെ തന്നെ ഇസ്ലാമിൽ തെറ്റായി അതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതും സുന്നത്തിൻ്റെ ഭാഗമായിട്ടാണ് വരിക. കാരണം സുന്നത്തുർ റസൂൽ എന്ന് പറയുമ്പോൾ അത് വളരെ വിപുലമായിട്ടുള്ള അർത്ഥത്തിലാണ് പൂർവകാല പണ്ഡിതന്മാർ, മുസ്ലിം സമൂഹം മൊത്തത്തിൽ തന്നെ ഉപയോഗിച്ചു പോന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, അത് അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മയാണ് മുസ്തഫയെ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാദഗതികൾ ഉന്നയിക്കാൻ പ്രേരിപ്പിക്കണമെന്നുള്ളതാണ്. ഇനി മുസ്തഫയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അദ്ദേഹത്തിന് വളരെ സ്വീകാര്യയോഗ്യമായി തോന്നുന്നൊരു തഫ്സീറാണ് തഫ്സീറുൽ മനാർ, മുഹമ്മദ് റഷീദുള്ളയുടെ തഫ്സീർ. മുസ്തഫ ഉമ്മിജ് എന്നതിന് പറയുന്നത് ഉമ്മുൽ ഖുറയുമായിട്ടാണ് അതിൻ്റെ ബന്ധം. ഉമ്മുൽ ഖുറക്കാരൻ എന്ന അർത്ഥത്തിലാണ് ഉമ്മിജ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് നിരക്ഷരൻ എന്ന അർത്ഥത്തിലല്ല. അതിന് അദ്ദേഹം ഇമാം ബഗവി ഉദ്ധരിച്ച വളരെ ദുർബലം എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ഉദ്ധരണിയാണ് എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് തെളിവായിട്ട്. വക്കീല എന്നാണ് ഇമാം ബഗവി ആ ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതേ അവസരം സർവരാലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഉമ്മിജ് എന്ന് പറഞ്ഞാൽ ആ യക്തുബു വലാ യഖ്റ, എഴുതുകയും വായിക്കുകയും ചെയ്യാത്ത ആൾ എന്നുള്ള സർവരാലും അംഗീകരിക്കപ്പെട്ട ഉമ്മിജിൻ്റെ വിശദീകരണം അദ്ദേഹം തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിന് കാരണം. കാരണം വസ്തുതകളെ വസ്തുതകളായി അംഗീകരിക്കുകയും അത് സമൂഹത്തെ കേൾപ്പിക്കുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമല്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പോകും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ട തഫ്സീറായിട്ടുള്ള റഷീദ് റിളയുടെ അൽമനാറിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അൽമനാറിൽ സൂറത്ത് അറാഫിലെ അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിജ്, നിരക്ഷരനായ പ്രവാചക റസൂലിനെ പിന്തുടരുന്നവർ
എന്നിടത്തെ ഉമ്മിജ് എന്നതുമായി ബന്ധപ്പെട്ട് റഷീദിൽ എഴുതുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അൽ മനാറിൽ. വൈന്നമാ ഹുമുല്ലദീന യത്തബിഊന റസൂൽ അൽ മൗസൂഫ് ബിഅന്നഹു നബിയ്യുൽ ഉമ്മിയ്യു. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യ എന്നതിൽ പരാമർശിച്ചിട്ടുള്ള ആളുകൾ നബിയ്യ് ഉമ്മിയായ നബി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട റസൂലിനെ പിൻപറ്റുന്നവർ എന്നതാണ് അവരെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിസ്ബത്തുൻ ഇലൽ ഉമ്മി, ഈ അൽ ഉമ്മി എന്നത് ഉമ്മ് എന്നതിലേക്ക് നിസ്ബയാണ്, ചേർത്ത് പറഞ്ഞതാണ്. വൽ മുറാദു ബിഹി അല്ലദീ ലാ യഖറഉ വലാ യക്തുബു. അപ്പോൾ ഉമ്മി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എഴുതാനും വായിക്കാനും അറിയാത്ത ആൾ എന്നാണ്. ഇത് പറഞ്ഞതിൻ്റെ ശേഷം റഷീദിനുള്ള തുടർന്ന് പറയുന്നത് വലം യുങ്കൽ അന്നല്ലാഹ തആല ബഅസ നബിയ്യൻ ഉമ്മിയ്യൻ ഗൈറ നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ നബി, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത മറ്റൊരു പ്രവാചകനെയും ഉമ്മിയായ നബിയായി അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഉദ്ധരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വിശേഷണം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതാണ്. മുസ്തഫയുടെ വാദം ആദം അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് എല്ലാ നബിമാരും പൂർണ്ണന്മാരാണ്. ആ നബിമാരുടെയൊക്കെ പൂർണ്ണത എന്നതിൻ്റെ ഒരു ഭാഗമാണ് എഴുത്തും വായനയും പഠിക്കാനുള്ളത്. അപ്പോൾ ആദം നബി എഴുത്തും വായനയും പഠിച്ചിരുന്നു എന്ന് അദ്ദേഹം തട്ടിവിടുന്നുണ്ട്. ഇതെവിടുന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത് നമുക്കറിയില്ല. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തും വായനയും പഠിച്ചിരുന്നു. അതുകൊണ്ട് അൽ ഇൻസാനുൽ കാമിൽ, പൂർണ്ണ മനുഷ്യൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുമ്പോൾ അദ്ദേഹം എഴുത്തും വായനയും പഠിച്ചിരുന്നു എന്നുകൂടി അതിൻ്റെ അർത്ഥമാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അദ്ദേഹം പൂർണ്ണ മനുഷ്യനാവില്ല എന്നാണ്. അപ്പോൾ ഒരാൾ പൂർണ്ണ മനുഷ്യനാണത് അദ്ദേഹം എഴുത്തും വായനയും പഠിച്ചാലേ ആവുള്ളൂ എന്നുള്ളതാണ് മുസ്തഫയുടെ വാദം. ഇവിടെ റഷീദിലുള്ള പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത മറ്റൊരു പ്രവാചകനെ സംബന്ധിച്ചും ഇങ്ങനെ നബിയും ഉമ്മിയും നിരക്ഷരനായിട്ടുള്ള പ്രവാചകൻ എന്ന് അള്ളാഹു അങ്ങനെ ഒരു പ്രവാചകനെ നിയോഗിച്ചതായിട്ട് ഉദ്ധരിച്ചു വന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ് വഹുവ വസ്ഫുൻ ഖാസുൻ ലാ യുശാരിക്കു മുഹമ്മദൻ ഫീഹി അഹദും മിനൻ നബിയ്യീൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള ഒരു വിശേഷണമാണ്. ഈ വിശേഷണത്തിൽ മറ്റ് പ്രവാചകന്മാരാരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പങ്കുചേരുന്നില്ല. അപ്പോൾ ഒരു പ്രവാചകനും മറ്റൊരു പ്രവാചകനും ഉമ്മിയായി നിയുക്തനായിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ഉമ്മിയായി നിയുക്തനായിട്ടുള്ളത്, നിരക്ഷരനായി നിയുക്തനായിട്ടുള്ളത്. ഈ വിശേഷണത്തിൽ മറ്റൊരു പ്രവാചകന്മാരും നബിയോട് പങ്കുചേർവില്ല പറഞ്ഞാൽ മറ്റൊരു പ്രവാചകനും ഉമ്മിയല്ല, അതായത് ഉമ്മിയാണെന്ന് ഇവിടെ ഉദ്ധരിച്ചു വന്നിട്ടില്ല. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? മുസ്തഫ പറയുന്നത് ഈ നിരക്ഷരത എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വലിയ ഗുണമായിട്ട് ഇവരെടുത്തു പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് ഇവരെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നതെന്നാണ്. എന്നാൽ മുസ്തഫയുടെ ഇഷ്ട തഫ്സീറായിട്ടുള്ള ഈ അൽമനാറിൽ തുടർന്ന് പറയുന്നത് വൽ ഉമ്മിയ്യത്തു ആയത്തു മിൻ അക്ബരി ആയാത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയൊരു ആയത്ത് ദൃഷ്ടാന്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായിരുന്നു എന്ന സംഗതി. ഫഇന്നഹു വൽ ഉമ്മിയ്യത്തു ആയത്തു മിൻ അക്ബരി ആയാത്തി നുബുവ്വത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ തെളിവുകളിൽ ഏറ്റവും വലിയൊരു തെളിവാണ് ഉമ്മിയ്യത്ത്, നിരക്ഷരത എന്ന് പറയുന്നത്. ഫഇന്നഹു ജാഅ ബഅദ നുബുവത്തി ബിഅഅലൽ ഉലൂമിൻ നാഫിയ. എന്നാൽ ഇതേ നിരക്ഷരനായിട്ടുള്ള പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നുബുവത്ത് പ്രവാചകത്വത്തിന് ശേഷം ലോകത്തിന് തന്നെ പ്രയോജനപ്രദമായിട്ടുള്ള ഏറ്റവും ഉയർന്ന ഉദാത്തമായിട്ടുള്ള അറിവുകളുമായിട്ട് ജ്ഞാനങ്ങളുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. വഹിയമാ യുസ്ലിഹുമാ ഫസദ മിൻ അഖായിദിൽ ബശരി വ അഖ്ലാഖിഹിം വ ആദാബിഹിം വ അഅ്മാലിഹിം വ അഹ്കാമിഹിം. ആ ഉലൂമുൻ നാഫിയ, പ്രയോജനപ്രദമായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് എന്താണ്? അത് മനുഷ്യരുടെ വിശ്വാസങ്ങൾ, ആദർശങ്ങൾ, അവരുടെ സംസ്കാരം, അവരുടെ അദബുകൾ, അവർ കൈക്കൊള്ളേണ്ടുന്ന മാനേഴ്സ്,
അതുപോലെ തന്നെ അവരുടെ കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവരുടെ ഹുക്കുമ്, നിയമങ്ങൾ, ഇതിലൊക്കെ സമൂഹത്തിന് ദ്രോഹകരമായി തീർന്നിരുന്ന, ദോഷകരമായി തീർന്നിരുന്ന വശങ്ങളെയൊക്കെ നന്നാക്കുക എന്നുള്ള ആ ഗുണവും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ ഏറ്റവും ഉയർന്ന ഇൽമ് എന്ന് പറയുന്നത്. വഅമില ബിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതനുസരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. വകാന ലഹാ മിനത്ത് ഇസീരി ഫിൽ ആലം മാലം യക്കുൻ വലൻ യക്കൂന ലിഗൈരിഹി മിൻ ഖൽഖില്ലാ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മറ്റൊരാൾക്കും ഉണ്ടായിരുന്നിട്ടില്ലാത്തതും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള അത്രയ്ക്ക് വലിയ സ്വാധീനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് വിതരണം ചെയ്തിട്ടുള്ള ഈ വിജ്ഞാനീയങ്ങൾക്കുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയായി, നിരക്ഷരനായി എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ദോഷമായിട്ടുള്ള ഗുണമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വവും നബിയാണെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവായിട്ട് വരുന്നതുമായിട്ടുള്ള ഒരു ആയത്താണ് എന്നാണ് ഇമാം റഷീദ് റിള തൻ്റെ അൽമനാർ എന്ന ഗ്രന്ഥത്തിൽ കിതാബിൽ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് മുസ്തഫക്ക് സ്വീകാര്യമാവില്ല. കാരണം മുസ്തഫ എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ പിന്നെ ലോകത്തോട്, സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ തെറ്റായിട്ടുള്ള ആശയങ്ങൾക്ക് അനുഗുണമായി കിട്ടുന്ന തെളിവുകൾ മാത്രമേ അയാൾ പറയുള്ളൂ. മറ്റുള്ളത് എത്ര തന്നെ സൂര്യപ്രകാശം പോലെ വ്യക്തമായാലും അയാൾ മുണ്ടൂല, അത് മറച്ചു വെക്കാൻ അയാൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അദ്ദേഹം അംഗീകരിച്ച ആദർശത്തിൻ്റെ കുറ്റമാണ് അത് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ വിശുദ്ധ ഖുർആൻ തീർത്ത് പറഞ്ഞിട്ടുള്ള വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് തന്നെയുള്ള മറ്റുള്ളവർക്ക് നബിയെ സംബന്ധിച്ച് ഒരു നിലക്കും വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഉണ്ടാക്കിയതാണെന്നോ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് പകർത്തി എഴുതിയതാണെന്നോ ആക്ഷേപിക്കാൻ മാത്രമല്ല സംശയിക്കാൻ പോലും സാധ്യത നൽകാത്ത വിധത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ഒരു വസ്ഫ്, ഒരു വിശേഷണമായിട്ടുള്ള ഈ ഉമ്മിജ്, നിരക്ഷരൻ എന്നുള്ള ഈ പദത്തെ മുസ്തഫ എന്ന് പറയുന്നത് അത് ഉമ്മുൽ ഖുറയിലേക്ക് ഉമ്മുൽ ഖുറക്കുള്ള, അതായത് മക്കയ്ക്കുള്ള ഉമ്മുൽ ഖുറ എന്നുള്ള പേരിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനാണ് എന്ന് അതിനർത്ഥമില്ല. എന്നാൽ ലോക മുസ്ലിങ്ങൾ മൊത്തത്തിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായിരുന്നു എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം. പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവർക്ക് കത്തെഴുതുന്നതും ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുമായി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സന്ധി അത് രേഖപ്പെടുത്തുന്നതിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റാളുകളെ ആശ്രയിക്കുകയാണ്, തൻ്റെ അനുയായികളെ ആശ്രയിക്കുകയാണ്, സഹാബിമാരെ ആശ്രയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് യാതൊന്നും എഴുതിയിട്ടില്ല എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ്. ഈ സാക്ഷ്യം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഈ പ്രയോഗത്തിന് പിൻബലമേകുന്ന തെളിവുകൾ കൂടിയാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തെളിവുകളെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തായിരുന്നാലും സാക്ഷരനാക്കിയേ പറ്റുമെന്നുള്ള മുസ്തഫയുടെ ഈ ഷാഠ്യമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. എന്നല്ലാതെ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉദ്ധരിക്കാനില്ല. അദ്ദേഹം പറയുന്നത് അത്രയും വിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണ്. സൂറത്ത് അങ്കബൂത്തിലെ മാകുന്ത തത്ലോ മിൻ കിതാബിൻ മിൻ ഖബലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബി യമീനിക ഇദൽ ഇർതാബൽ മുബ്തിലൂൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ആ കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ മുസ്തഫ പോകുന്നൊരു വഴി അത് ഇസ്ലാമിൻ്റെ ഖുർആൻ്റെ വഴിയല്ല, ഖുർആനിക വിരുദ്ധമായിട്ടുള്ള മുസ്ലിം ലോകം സഞ്ചരിച്ചിട്ടുള്ള വഴിയിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള വഴിയിലൂടെയാണ് മുസ്തഫ പോകുന്നത് എന്നതാണ് ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അദ്ദേഹം മാറി ചിന്തിക്കാത്ത കാലത്തോളം അദ്ദേഹത്തിന് മറിച്ചൊന്ന് ചിന്തിക്കാനോ പറയാനോ സാധ്യമാവുകയില്ല. അദ്ദേഹം ഇസ്ലാമിനെ, ഖുർആനിനെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വാദഗതികൾ അത് ഖുർആനിക വിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊച്ചാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ കൂടിയാണ് അത് എന്നതാണ് വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായനയും അറിയില്ല എന്നുള്ളത്
നബിയുടെ മഹത്വത്തിനൊരു കോട്ടവും വരുത്തുന്നില്ല എന്നുള്ളതാണ് മുസ്ലിം ഖുർആൻ പറയുന്നത്, മുസ്ലിം ലോകം അംഗീകരിച്ചിട്ടുള്ളതും എന്നതാണ് വസ്തുത.